വെൽക്കം ടു മാസ്റ്റേഴ്സ്.in യൂട്യൂബ് ചാനൽ എൻലൈറ്റൻ യുവർ ഡ്രീംസ് ത്രൂ ഔർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അഭിനന്ദ് ജയകൃഷ്ണൻ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോട്ടണിയിൽ വരുന്ന ചാപ്റ്ററാണ്. ബയോളജിയിൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ഇതിനുശേഷം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് 2-3 ചാപ്റ്റേഴ്സ് വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ലോവർ ഓർഗാനിസത്തിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, എല്ലാ ജീവജാലങ്ങളും ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുള്ളൂ, അല്ലേ? അത് ജനിച്ച് സ്വാഭാവികമായി മരണപ്പെടുന്നത് വരെയുള്ള ഒരു പീരീഡ് ഓഫ് ടൈം. ആ ഒരു പീരീഡ് ഓഫ് ടൈമിനാണ് ലൈഫ് സ്പാൻ ഓഫ് ആൻ ഓർഗാനിസം എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് പോയിന്റ് അതാണ്. ലൈഫ് സ്പാൻ ബൈ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ലൈഫ് സ്പാൻ ഈസ് ദ പീരീഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം എന്ന് പറയാം. ബർത്ത് ടു നാച്ചുറൽ ഡെത്താണ്. ഈ നാച്ചുറൽ ഡെത്ത് എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കലും ലൈഫ് സ്പാൻ പറയുന്ന സമയത്ത് ആ നാച്ചുറൽ ഡെത്ത് എന്നുള്ള ടേം വിട്ടുപോകാൻ പാടില്ല. ബർത്ത് ടു ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് സ്പാൻ ആവില്ല. അപ്പോൾ ലൈഫ് സ്പാൻ്റെ കാൽക്കുലേഷനിൽ ബർത്ത് ടു നാച്ചുറൽ ഡെത്താണ്. സ്വാഭാവികമായി മരണം സംഭവിക്കുന്നത് വരെയുള്ള പീരീഡ് ഓഫ് ടൈമിനാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അല്ലേ? എലിഫൻറ്റ് 60 to 70 ഇയേഴ്സ്, റോസ് 10 ഇയേഴ്സ്, ഡോഗ് 25 ഇയേഴ്സ്, ബട്ടർഫ്ലൈ 1 to 2 വീക്സ്, crow 15 years, banana tree 25 years, cow 15 to 20 years, parrot 140 years, crocodile 60 years, horse 50 years, fruit fly 1 month, rice plant 4 months, tortoise 100 to 150 years, banyan tree 250 to 300 years. ഇത്രയും സംഭവങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാനുള്ള ഓർഗാനിസം ഏതാണെന്ന് അറിയാം. അത് ഗ്രീൻലാൻഡ് ഷാർക്ക് എന്ന് പറയുന്ന ഒരു അക്വാറ്റിക് ഓർഗാനിസം ആണ്. ഗ്രീൻലാൻഡ് ഷാർക്ക്, അതിൻ്റെ ലൈഫ് സ്പാൻ വരുന്നത് 350 to 400 ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് ലൈഫ് സ്പാൻ ഉള്ള ഓർഗാനിസം എന്ന് പറയുന്നത് മെയ്ഫ്ലൈ ആണ്. മെയ്ഫ്ലൈൻ്റെത് 24 hours അല്ലെങ്കിൽ ലെസ് ആണ് പറയുന്നത്. അപ്പം ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പം ഇത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഒരു ചാപ്റ്റർ ചെറിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വെയിറ്റേജ് മാർക്കും കുറവാണ്. അപ്പം കൂടുതലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ കണ്ടിട്ടുള്ളത്. അപ്പം പലപ്പോഴും ഇത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഇതൊന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതിൽ വേറെ നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിലിങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഓരോ വാല്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ക്രോക്കഡൈലിനാണെങ്കിൽ 60 ഇയേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 60 ഇയേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്രോക്കഡൈൽ ജനിച്ച് 60 വർഷം പൂർത്തിയാവുന്ന ദിവസം അത് മരിച്ചു വീഴുന്നുള്ള അർത്ഥമൊന്നുമില്ല. ഇതെപ്പോഴും ഒരു ആവറേജ് വാല്യൂ ആയിരിക്കും, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും. ഒരു സ്പെസിഫിക് ആയിട്ടൊരു വാല്യൂ ലൈഫ് സ്പാനിന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല സോഴ്സിൽ നോക്കുന്ന സമയത്ത് ഇതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പം ലൈഫ് സ്പാൻ എപ്പോഴും ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ മാത്രമായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ഇതിൽ നോക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ ക്രോയും പാരറ്റും ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? ക്രോയും പാരറ്റും. അപ്പോൾ അത് തമ്മിൽ നോക്കുമ്പം എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ക്രോൻ്റെത് 15 ഇയേഴ്സ് ആണ്, പാരറ്റ് 140 ഇയേഴ്സ് ആണ്. അപ്പോൾ ഈ ക്രോയും പാരറ്റും നമുക്കറിയാം സൈസിൽ കാര്യമായ വേരിയേഷൻസ് ഇല്ല, അല്ലേ? ക്രോയിൻ്റെയും പാരറ്റിൻ്റെയും സൈസ് തമ്മിൽ കാര്യമായ വേരിയേഷൻസ് ഇല്ല. പക്ഷേ ലൈഫ് സ്പാന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അപ്പം ലൈഫ് സ്പാൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഈ സൈസ് ഓഫ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. ലൈഫ് സ്പാൻ ഈ സൈസ് ഓഫ് ഓർഗാനിസത്തിനെ ഒരു തരത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ചെറിയ ഓർഗാനിസം കുറച്ച് കാലയളവേ ജീവിച്ചിരിക്കുന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. സൈസ് ഓഫ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഈ ലൈഫ് സ്പാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ജനിച്ചിട്ട് ഒരു ജീവജാലം സ്വാഭാവികമായി മരണപ്പെടുന്നത് വരെയുള്ള ഒരു പീരീഡ് ഓഫ് ടൈമാണ് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എല്ലാ കാലഘട്ടത്തിലും ഈ ഓർഗാനിസം ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക? അല്ല. നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് ബർത്ത് കഴിഞ്ഞിട്ട് ഇപ്പം ജനിച്ച ഉടനെ ജീവജാലങ്ങൾ എങ്ങനെയായിരിക്കും? വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരിക്കും, അല്ലേ? അപ്പം അതിനെ ജുവനൈൽ ഫേസ് എന്ന് പറയാം. ജുവനൈൽ ഫേസ്. ഇത് പ്ലാന്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയാറുണ്ട്. ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ വളർച്ച പൂർത്തിയായി വരുന്ന സമയത്ത് അതിനെ നമുക്കുണ്ടെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ മെച്യൂരിറ്റി എന്ന് പറയാം. മെച്യൂരിറ്റി.
ഇത് റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിട്ടുള്ള പീരീഡാണ്, റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിട്ടുള്ള പീരീഡാണ്. അതിന് ശേഷം ഏജിങ് അല്ലെങ്കിൽ സെനസെൻസ് എന്ന് പറയും. ഇതിന് ശേഷമാണ് ഡെത്ത്. അപ്പോൾ ഈ ഒരു ലൈഫ് സ്പാനിൽ ത്രൂ ഔട്ട് ബർത്ത് മുതൽ ഡെത്ത് വരെയുള്ള ആ ഒരു പീരീഡ് ഓഫ് ടൈമിന് ഉള്ളിൽ 2-3 ഫേസിലൂടെ, ഇതിപ്പോൾ മെയിൻ ക്ലാസിഫിക്കേഷനാണ്, ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ NCERT ബേസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അത്ര ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ജുവനൈൽ ഫേസ് എന്ന് പറഞ്ഞത് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, വളർച്ചാ കാലഘട്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെച്യൂരിറ്റിയിലേക്ക് എത്തും, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ടാവും. അതിന് റീപ്രൊഡക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ മെച്യൂരിറ്റി എന്ന് പറയും. അതിനുശേഷം ഏജിങ്, സ്വാഭാവികമായിട്ടും പ്രായം കൂടുമ്പോൾ ഏജിങ്, അതിനുശേഷം ഡെത്ത് സംഭവിക്കും. അപ്പോൾ ഈ ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെത്തിനെ നമുക്ക് എങ്ങനെയാണ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റാം? ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്റ്റോപ്പേജ് ഓഫ് ഓൾ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എന്ന് പറയും അല്ലേ. അതിനുശേഷം ഒരു മെറ്റബോളിക് ആക്ടിവിറ്റീസും നടക്കില്ല. അപ്പം ഡെത്തിനെ കംപ്ലീറ്റ് സ്റ്റോപ്പേജ് ഓഫ് ഓൾ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. അപ്പം ഈ ലൈഫ് സ്പാൻ്റെ ബർത്തിനും ഡെത്തിനും ഇടയിലുള്ള 2-3 ഫേസസ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ബർത്ത് കഴിഞ്ഞ് നമ്മൾ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിനുശേഷം മെച്യൂരിറ്റിയിലേക്ക് എത്തും, അതല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയാറുണ്ട്. ഈ ജുവനൈൽ ഫേസിനെ പ്ലാന്റ്സിൻ്റെ കാര്യത്തിലാകുമ്പോൾ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയും. പിന്നെ ഏജിങ്, സെനസെൻസ് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനുശേഷം ഡെത്ത്. അപ്പോൾ ഈ ഡെത്തിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ എല്ലാ ജീവജാലങ്ങളും മരിക്കുന്നുണ്ടോ? ശരിക്കും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലേ. എല്ലാ ജീവജാലങ്ങളും മരണപ്പെടുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു അമീബേൻ്റെ എക്സാമ്പിൾ എടുക്കാം. അമീബ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ് അല്ലേ. ഒരു സൈറ്റോപ്ലാസവും ഒരു ന്യൂക്ലിയസും ഒക്കെ ഉള്ള ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ് ഹോൾ അമീബ എന്ന് പറയുന്ന ജീവി. അപ്പോൾ ഈ ഒരു അമീബയിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? അമീബയിൽ ഈ ന്യൂക്ലിയസ് ആദ്യം ഡിവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ന്യൂക്ലിയസ് 2 ഡിവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഈ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ന്യൂക്ലിയസ് 2 ഡിവൈഡ് ചെയ്യും. ഈ സൈറ്റോപ്ലാസവും 2 ഡിവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. ഒരു പാരൻ്റ് അമീബ ന്യൂക്ലിയസ് ആദ്യം ഡിവൈഡ് ചെയ്യും, അതിനുശേഷം സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും, അങ്ങനെ പുതിയ 2 ഓർഗാനിസം ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ ഇതിന് ബൈനറി വിഷൻ എന്നൊക്കെയാണ് പറയുക, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ ഈ ഒരു പാരൻ്റ് അമീബയ്ക്ക് എന്ത് സംഭവിച്ചു? അതിന് ഡെത്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റും? ഡെത്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡെത്ത് എന്ന് പറയുന്ന, നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഈ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഡെത്ത് ഈസ് സെർട്ടനിറ്റി ഫോർ ഓൾ ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഈ അമീബേൻ്റെ കാര്യം പറയണം അല്ലേ. എക്സെപ്റ്റ് സിംഗിൾ സെൽഡ് ഓർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ബയോളജി ഈസ് ദ സയൻസ് ഓഫ് എക്സെപ്ഷൻസ് എന്നാണ് പറയുക അല്ലേ. ഇതേപോലുള്ള എക്സെപ്ഷൻസ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കാണാനുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാപ്റ്റർ എന്താണ്? റീപ്രൊഡക്ഷൻ എന്നാണല്ലോ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കുക, അതായത് ഒരു ലൈഫ് സ്പാനിൽ ഒരു എലിഫൻറ്റിൻ്റെ എക്സാമ്പിൾ എടുക്കുക. എലിഫൻറ്റ് നമുക്കറിയാം 60 to 70 years ആണ് എലിഫൻറ്റിൻ്റെ ലൈഫ് സ്പാൻ വരുന്നത്. അപ്പോൾ ഒരു എലിഫൻറ്റ് ജനിച്ച് അത് സ്വാഭാവികമായി മരണപ്പെടുന്നത് വരെ ഒരു 60-70 വർഷം ജീവിച്ചത് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ എലിഫൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല അല്ലേ. അപ്പം ഒരു ഓർഗാനിസവും അങ്ങനെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നില്ലെങ്കിൽ ഭൂമിയിൽ ഒരു ജീവജാലങ്ങളും ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന്. അപ്പം ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരും അത് തന്നെയാണ്, റീപ്രൊഡക്ഷൻ ഓർഗാനിസം. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്, എത്ര തരം റീപ്രൊഡക്ഷൻ ഉണ്ടെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം.
റീപ്രൊഡക്ഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതൊരു ഓർഗാനിസത്തിൻ്റെയും എക്സിസ്റ്റൻസിനും അതിൻ്റെ കണ്ടിന്യൂറ്റിക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ബൈ ഡെഫിനിഷൻ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. റീപ്രൊഡക്ഷൻ ഈസ് ദ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ഓർഗാനിസം ഗിവ് റൈസ് ടു ഓസ്പ്രിങ്സ് വിച്ച് ഈസ് സിമിലർ ടു ദംസെൽസ്. അതായത് ഒരു ഓർഗാനിസം അതിനെപ്പോലെ തന്നെയുള്ള പുതിയ ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബയോളജിക്കൽ പ്രോസസ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. ബയോളജിക്കൽ പ്രോസസ്സ് എന്ന് പറയാനുള്ള കാരണം എന്താ? ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ അല്ലേ. ജീവനുള്ള വസ്തുക്കൾ മാത്രമേ പുതിയ ഓഫ്സ്പ്രിങ്സിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓഫ്സ്പ്രിങ്സ് എന്നുള്ളൊരു ടേം കൂടി വന്നു. ഈ ഓഫ്സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പുതിയ ഓർഗാനിസത്തിനെയാണ് ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻലി 2 രീതിയിലാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ 2 രീതിയിലാണ് നടക്കുന്നത്. നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ബേസിക്കലി ലോവർ ഓർഗാനിസത്തിൽ നടക്കുന്ന മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിലൊക്കെ നടക്കുന്ന റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. അപ്പോൾ ഈ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഇപ്പോൾ നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താ പറയുന്നത്? വെൻ ഓഫ്സ്പ്രിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സിംഗിൾ പാരന്റ് വിത്ത് ഓർ വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് ഓഫ് ഗാമേറ്റ് ഫോർമേഷൻ. ഗാമേറ്റ് ഫോർമേഷനോട് കൂടിയോ അല്ലെങ്കിൽ ഗാമേറ്റ് ഫോർമേഷൻ ഇല്ലാതെയോ സിംഗിൾ പാരന്റ് പുതിയ ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, സിംഗിൾ പാരന്റ് മാത്രമാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഇതിൽ 2-3 പോയിന്റ് നോക്കാനുണ്ട്. ഒന്ന്, സിംഗിൾ പാരന്റ് മാത്രമാണ് ഇൻവോൾവ് ചെയ്യുന്നത്, 2 പാരൻസിൻ്റെ ആവശ്യമില്ല. നേരത്തെ അമീബയുടെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയിരുന്നു. അതിൽ സിംഗിൾ അമീബയാണ് ഡിവൈഡ് ചെയ്തിട്ട് പുതിയ 2 അമീബയായിട്ട് മാറിയത്. അപ്പോൾ സിംഗിൾ പാരൻ്റെ ഇൻവോൾവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആസ് ദാറ്റ് ഓഫ് പാരന്റ് ഓർഗാനിസം ആയിരിക്കും. അതായത് ഐഡന്റിക്കൽ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ഓഫ്സ്പ്രിങ്സ് ആർ ഐഡന്റിക്കൽ ആൻഡ് എക്സാക്ട് കോപ്പി ഓഫ് പാരന്റ് ഓർഗാനിസം. അങ്ങനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ജെനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സെയിം ആയിട്ടുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സിനെ പറയുന്ന പേരാണ് ക്ലോൺസ്. അപ്പോൾ ഈ ഒരു ടേം ഓർത്ത് വയ്ക്കുക. ക്ലോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ജെനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി എക്സാക്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഓർഗാനിസം, പുതിയ ഓർഗാനിസത്തിനെയാണ് ക്ലോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാരന്റ് ഓർഗാനിസത്തിനെ പോലെ തന്നെ ആയിരിക്കും ഡോട്ടർ സെൽസും. അതായത് പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നതും പാരന്റ് ഓർഗാനിസവും തമ്മിൽ ജെനറ്റിക്കലി മോർഫോളജിക്കലി ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡ് ഓഫ് റീപ്രൊഡക്ഷനിൽ നമുക്ക് വേരിയേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. അമീബ, പാരന്റ് അമീബ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ആയിരുന്നു ഡോട്ടർ സെൽസും ഉണ്ടായിരുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ 2 രീതിയിലാണ് മെയിനായിട്ട് നടക്കുന്നത്. ഒന്നുകിൽ ഒരു ഓർഗാനിസം ഡയറക്റ്റായിട്ട് പുതിയൊരു ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, നേരത്തെ നമ്മൾ അമീബയിലൊക്കെ കണ്ട പോലെ. ഇല്ലെങ്കിൽ ഒരു അസെക്ഷൽ സ്ട്രക്ചർ ഫോം ചെയ്തിട്ട് ആ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് പൊതുവെ സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിലാണ്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിലാണ് നടക്കുന്നത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബൈനറി ഫിഷൻ, മൾട്ടിപ്പിൾ ഫിഷൻ, ബഡ്ഡിങ്, സൂസ്പോർസ്, കൊനീഡിയ, ജെമ്യൂൾസ്, ഫ്രാഗ്മെൻറ്റേഷൻ. ഇത്രയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ടൈപ്സ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈനറി ഫിഷൻ. ഈ ബൈനറി ഫിഷൻ നമ്മൾ നേരത്തെ നോക്കിയിരുന്നു, അമീബേൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയിരുന്നു അല്ലേ. അമീബ എന്ന് പറയുന്നത് എന്താണ്? അമീബ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. ഒരു ഒറ്റ സെല്ല് മാത്രമല്ല, ഒരു ന്യൂക്ലിയസും സൈറ്റോപ്ലാസും ഒക്കെ ഉള്ള ഒരു സെല്ല് മാത്രമാണ് അമീബ എന്ന് പറയുന്ന ഓർഗാനിസം. ഈ അമീബയിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്? അമീബയിൽ അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സ് ഒന്നുമല്ല, അത് ജസ്റ്റ് സെൽ ഡിവിഷൻ ആണ്. അമീബയിലെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വെറും ഒരു സെൽ ഡിവിഷൻ മാത്രമാണ്. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുക? ആദ്യം നമുക്കറിയാം ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ എല്ലാ സെല്ലിനും. അപ്പോൾ ആ ഒരു ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് 2 ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഇങ്ങനെ ഈ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് കാരിയോകൈനസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം കാരിയോകൈനസിസ്, കാരിയോളജി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ന്യൂക്ലിയസിനെ കുറിച്ചുള്ള പഠനം. കാരിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ കാരിയോ എന്ന് പറയുന്ന വേർഡ് ഡിനോട്ട് ചെയ്യുന്നത് ന്യൂക്ലിയസിനെയാണ്, കൈനസിസ് എന്ന് പറയുന്നത് ഡിവിഷൻ. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് പഠിക്കാം. കാരിയോകൈനസിസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഡിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഈ ന്യൂക്ലിയസ് ഡിവൈഡ് ആയിപ്പോൾ ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. അതിനുശേഷം ഇതിൻ്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സൈറ്റോപ്ലാസം കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. ഓക്കെ, 2 പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. ഇവിടെ സിംഗിൾ ഓർഗാനിസം, ഒരു സിംഗിൾ അമീബയാണ് ഡിവൈഡ് ചെയ്ത്
രണ്ട് പുതിയ ഓർഗാനിസം ആയിട്ട് മാറിയത്. അങ്ങനെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് പുതിയ രണ്ട് ഓർഗാനിസം ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെ, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ സൈറ്റോകൈനസിസ് എന്ന് പറയും. ആക്ച്വലി ഇവിടെ സെൽ ഡിവിഷൻ എന്നാണ് മീൻ ചെയ്യുന്നത്. സൈറ്റോളജി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. അപ്പോൾ സൈറ്റോ എന്ന് പറയുന്ന വേർഡ് സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷൻ എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. പഠിക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. പക്ഷേ സൈറ്റോ ഇവിടെ ഉദ്ദേശിക്കുന്നത് സെൽ ഡിവിഷനാണ്. സൈറ്റോകൈനസിസ് എന്ന് പറയുന്ന സെൽ ഡിവൈഡ് ചെയ്യുന്നതിന് ആ ഒരു പ്രോസസ്സിനെയാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ കണ്ടു ഈ ഒരു അമീബ എന്ന് പറയുന്ന ഒരു റെഗുലർ ഷേപ്പ് ഉള്ള ഒരു ഓർഗാനിസം അല്ല അല്ലേ, റെഗുലർ ആയിട്ടൊരു ഷേപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏത് പ്ലെയിനിൽ വേണമെങ്കിലും ഇതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് പ്ലെയിനിൽ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയിൻ ഓഫ് ഡിവിഷനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ബൈനറി ഫിഷനെ 4 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ടൈപ്പ് ഓഫ് ബൈനറി ഫിഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ഇറഗുലർ ബൈനറി ഫിഷൻ. അത് അമീബയിൽ കണ്ട പോലത്തെ എക്സാമ്പിൾ, ഏത് പ്ലെയിനിൽ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ചില ഓർഗാനിസത്തിൽ ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ മാത്രമേ അതിൻ്റെ ഡിവിഷൻ നടക്കുള്ളൂ. സെൽ ഡിവിഷൻ നടക്കുന്ന പ്രോസസ്സൊക്കെ സെയിം ആണ്. ഈ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും, അങ്ങനെ 2 ഓർഗാനിസം ആയിട്ട് മാറും. പക്ഷേ ചില ഓർഗാനിസത്തിൽ പെർട്ടിക്കുലർ പ്ലെയിനിലൂടെ മാത്രമേ ഈ ഒരു ഡിവിഷൻ നടക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ മാത്രം റീപ്രൊഡക്ഷൻ നടക്കുന്ന ബൈനറി ഫിഷൻ നടക്കുന്ന ഓർഗാനിസത്തിന് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് നമ്മൾ ട്രാൻസ്വേഴ്സ് ബൈനറി ഫിഷൻ എന്ന് പറയും. അതിന് എക്സാമ്പിൾ പാരമീസിയാണ്. ഓക്കെ, നെക്സ്റ്റ് സെയിം ഇതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ മാത്രം നടക്കുന്ന ബൈനറി ഫിഷനെ ലോഞ്ചിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ എന്ന് പറയും. എക്സാമ്പിൾ യൂഗ്ലീന. പിന്നെ അവസാനത്തത് ഒബ്ലീക്ക് ബൈനറി ഫിഷൻ എന്ന് പറയും. ഒബ്ലീക്ക് എന്ന് പറയുന്നത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു പ്ലെയിന് പറയാൻ പറ്റില്ല. അവിടെ കണ്ടോ ഡിവിഷൻ നടക്കുന്നത് ഒരു സ്പെസിഫിക് പ്ലെയിൻ ഒന്നല്ല, ഒബ്ലീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഡിവിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒബ്ലീക്ക് ബൈനറി ഫിഷൻ എന്ന് പറയും. അതിന് എക്സാമ്പിൾ സെറാറ്റിയം എന്ന് പറയുന്ന ഒരു ഓർഗാനിസമാണ്. ഇപ്പോൾ ഓൾറെഡി 4 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു അല്ലേ. ബൈനറി ഫിഷൻ വഴി റീപ്രൊഡക്ഷൻ നടക്കുന്ന 4 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. അമീബ, പാരമേസിയം, യൂഗ്ലീന, സെറാറ്റിയം. ഇതേപോലെ തന്നെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള വേറൊരു ഓർഗാനിസം കൂടി ഉണ്ട്. ബാക്ടീരിയയിലും ഈ ഒരു പ്രോസസ്സിലാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ബൈനറി ഫിഷൻ തന്നെയാണ് പ്രോസസ്സ്. പക്ഷേ ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയ പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്. അല്ല, നമുക്കറിയാം പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്. പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് സ്പെസിഫിക് ആയിട്ടൊരു ന്യൂക്ലിയസ് ഇല്ല. ഇവിടെ നമ്മൾ കണ്ട എല്ലാ എക്സാമ്പിളിലും സ്പെസിഫിക് ന്യൂക്ലിയസ് ഉണ്ടല്ലേ. യൂക്കാരിയോട്സ് ആണ് ഇതൊക്കെ, യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണ്. പക്ഷേ ബാക്ടീരിയയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. അതൊരു പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണെന്ന് മാത്രം മനസ്സിലാക്കുക. പക്ഷേ നടക്കുന്ന പ്രോസസ്സൊക്കെ സെയിം ആണ്. നമ്മൾ ബൈനറി ഫിഷൻ വഴി തന്നെയാണ് ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് മെത്തേഡ് പഠിച്ചു, ബൈനറി ഫിഷൻ എന്ന് പറയുന്ന മെത്തേഡ് പഠിച്ചു. ഇനി മൾട്ടിപ്പിൾ ഫിഷനാണ് പഠിക്കാനുള്ളത്. മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബൈനറി ഫിഷനിൽ എന്തായിരുന്നു സംഭവിച്ചത്? ഒരു സിംഗിൾ സെൽ ഉണ്ടായിരുന്നു, അത് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലായിട്ട് മാറി. ബൈനറി ഫിഷൻ 2 എണ്ണമായിട്ടാണ് മാറിയത്. ഒരു സെല്ല് 2 പുതിയ ഡോട്ടർ സെൽസ് ആയിട്ടാണ് മാറിയത്. പക്ഷേ ഈ മൾട്ടിപ്പിൾ ഫിഷൻ്റെ കേസിൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് ഒരുപാട് സെൽസ് ആയിട്ട് മാറും. അങ്ങനെയാണ് മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അമീബ തന്നെയാണ്. നേരത്തെ അമീബ ബൈനറി ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫേവറബിൾ കണ്ടീഷനിലാണ്. പക്ഷേ അൺഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത്, അതായത് അൺഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പം ടെമ്പറേച്ചർ വേരിയേഷൻസ് ആവാം, അല്ലെങ്കിൽ ഫുഡിൻ്റെ സ്കാർസിറ്റി ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അൺഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് അമീബ, നമുക്കറിയാം അമീബയ്ക്ക് സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ലോക്കോമോട്ടീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലേ. അമീബ ആ ലോക്കോമോട്ടീവ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള സ്യൂഡോപോഡിയൊക്കെ വിഡ്രോ ചെയ്ത് ഒരു 3 ലെയർ ഔട്ടർ കവറിങ് ഫോം ചെയ്തിട്ട് ഒരു സിസ്റ്റായിട്ട് മാറും. ഇങ്ങനെ സ്യൂഡോപോഡിയ വിഡ്രോ ചെയ്ത് ഒരു 3 ലെയർ ഔട്ടർ കവറിംഗ് ഉള്ള ഒരു സിസ്റ്റായിട്ട് മാറുന്ന പ്രോസസ്സിനെ എൻസിസ്റ്റേഷൻ എന്ന് പറയും. എൻസിസ്റ്റേഷൻ. ഓക്കെ, അങ്ങനെ സിസ്റ്റായി മാറി അത് ഇനാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫോമാണ്. പിന്നെ അതിനുശേഷം ഫേവറബിൾ കണ്ടീഷൻ തിരിച്ചു വരുന്ന സമയത്ത് ഇതിനകത്തുള്ള ഒരു ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് ഒരുപാട് ന്യൂക്ലിയസ് ആയിട്ട് മാറും. അതിനൊക്കെ ഔട്ടർ കവറിംഗ് ആയിട്ടൊരു സൈറ്റോപ്ലാസം വരും. അങ്ങനെ ചെറിയ ചെറിയ ഒരുപാട് അമീബകളായിട്ട് അതിനുള്ളിൽ ഫോം ചെയ്യും. അങ്ങനെ അൺഫേവറബിൾ കണ്ടീഷൻ തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു ഔട്ടർ കവറിങ്, ഈ 3 ലെയർഡ് മെമ്പറൈന് വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയും അങ്ങനെ അതിനകത്ത് ഫോം ചെയ്തിട്ടുള്ള പുതിയ അമീബകൾ പുറത്തേക്ക് വരികയും ചെയ്യും. അങ്ങനെ ഈ സ്പോർസ് ആയിട്ടുള്ള അമീബകൾ പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെ സ്പോറുലേഷൻ എന്ന് പറയും. സ്പോറുലേഷൻ. അങ്ങനെ പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള സിംഗിൾ അമീബയെ സ്യൂഡോപോഡിയോ സ്പോർസ് എന്ന് പറയും. സ്യൂഡോപോഡിയോ സ്പോർസാണ്. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ്, അമീബ അൺഫേവറബിൾ കണ്ടീഷനിൽ
അതിൻ്റെ സ്യൂഡോപോഡിയനെ വിഡ്രോ ചെയ്തിട്ട് ഒരു 3 ലെയർ ഔട്ടർ കവറിംഗ് ഉള്ള ഒരു സിസ്റ്റായിട്ട് മാറും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എൻസിസ്റ്റേഷൻ. അതിനുശേഷം അതിനകത്തുനിന്ന് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് അതിന് ചുറ്റും സൈറ്റോപ്ലാസം ഫോം ചെയ്തിട്ട് പുതിയ ഒരുപാട് ഓർഗാൻസ് ആയിട്ട് മാറും. അങ്ങനെ ഫേവറബിൾ കണ്ടീഷൻ തിരിച്ചു വരുന്ന സമയത്ത് ഈ ഔട്ടർ കവറിങ് വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയും അങ്ങനെ ഉള്ളിലുള്ള ചെറിയ ചെറിയ അമീബകൾ പുറത്തേക്ക് വരികയും ചെയ്യും. അങ്ങനെ വരുന്ന അമീബേനെ പറയുന്ന പേരാണ് സ്യൂഡോപോഡിയോ സ്പോർസ്. അതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ്, ആ സ്പോർസ് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പോറുലേഷൻ. ഓക്കെ, വേറൊരു എക്സാമ്പിളും കൂടി ഉണ്ട്. നമുക്കറിയാം, ഒരു പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു ഓർഗാനിസം നമ്മുടെ മലേറിയയൊക്കെ കാരണമാവുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ്. അതിന് ഒരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും ഉണ്ട്. നമ്മളിവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിക്കുന്നതുകൊണ്ട് തന്നെ അതിന് മാത്രമേ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു അവസരത്തിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഓർഗാനിസം ഷൈസോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിസെല്ലുലാർ ഒരു സ്ട്രക്ചറായിട്ട് മാറും. ഈ ഒരു സ്ട്രക്ചർ സെയിം ഇതിൽ അമീബയിൽ നടന്ന പോലെ തന്നെ സെയിം ഈ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് ഒരുപാട് ന്യൂക്ലിയസുകളായിട്ട് മാറും. അങ്ങനെ അതിന് ചുറ്റും ഒരു സൈറ്റോപ്ലാസം ഫോം ചെയ്യും. അതും ഇതുപോലെ തന്നെ ഈ സ്പോർസ് പുറത്തേക്ക് വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അങ്ങനെ വരുന്ന ഈ ഒരു ഓരോ ഇൻഡിവിജ്വലിനെയും പറയുന്ന പേരാണ് മീറോസോയിഡ്സ് എന്ന് പറയും, മീറോസോയിഡ്സ്. അതുപോലെ ഈ ഡിവിഷൻ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ ഷൈസോഗണി എന്ന് പറയും. ഇവിടെ ഈ ഒരു ഷൈസോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിൽ നിന്നാണ് ഇത് ഡിവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ അങ്ങനെ ഷൈസോണ്ട് ഡിവൈഡ് ചെയ്ത് ഒരുപാട് സെൽസ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെ ഷൈസോഗണി എന്ന് പറയും. അങ്ങനെ ഫോം ചെയ്യുന്ന പുതിയ ഇൻഡിവിജ്വൽസിനെ മീറോസോയിഡ്സ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബഡ്ഡിംഗ് ആണ്. ബഡ്ഡിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? ബഡ്ഡിങ് ഈസ്റ്റിൽ അതുപോലെ തന്നെ ഹൈഡ്രയിലൊക്കെയാണ് ബഡ്ഡിങ് നടക്കുന്നത്. ബഡ്ഡിങ്ങിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈസ്റ്റ് നമുക്കറിയാം ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് അല്ലേ. ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പം ഇതിൻ്റെ പാരന്റ് ബോഡിയിൽ ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ടാവും. അതായത് സൈറ്റോപ്ലാസം അക്യുമുലേറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഔട്ട് ഗ്രോത്ത് ഉണ്ടാവും. ഫോളോഡ് ബൈ ഇതിൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ന്യൂക്ലിയസ് ആ ഉണ്ടായ ഔട്ട് ഗ്രോത്തിനകത്തേക്ക്, അതിനെ ബഡ്സ് എന്ന് പറയും. ഈ ഒരു ഔട്ട് ഗ്രോത്തിനെ ബഡ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ബഡിനകത്തേക്ക് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ന്യൂക്ലിയസ് അതിൻ്റെ അകത്തേക്കായിട്ട് മാറും. അങ്ങനെ ഇത് പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കാണുമ്പോൾ നമുക്ക് അമീബയിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് പോലെ തന്നെ തോന്നുന്നുണ്ട് അല്ലേ. ഒരു സെല്ല് സൈറ്റോപ്ലാസം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് പുതിയ 2 ഓർഗാനിസം ആയിട്ട് മാറുന്നു. പക്ഷേ ഇവിടെയുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഉണ്ടാവുന്ന ഡോട്ടർ സെല്ല് എന്ന് പറയുന്നത് പാരന്റ് ബോഡിയേക്കാളും വളരെ ചെറുതായിരിക്കും, സൈസിൽ ചെറുതായിരിക്കും. അതുപോലെ തന്നെ അമീബേൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്, ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് പുതിയ 2 ഡോട്ടർ സെൽസ് ആണ് ഉണ്ടായത് അല്ലേ. പാരന്റ് ബോഡി ഡിവൈഡ് ചെയ്തിട്ട് 2 പുതിയ ഡോട്ടർ സെൽസ് ഉണ്ടായത്. ഇവിടെ ഒരു ഡോട്ടർ സെല്ല് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പാരന്റ് ബോഡി അപ്പോഴും ഇൻടാക്റ്റ് ആണ്. അതാണ് ഈ ഒരു ബൈനറി ഫിഷനും ഈ ഒരു ബഡ്ഡിങ്ങും തമ്മിൽ കൺഫ്യൂസ് ആവാൻ പാടില്ല. ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെയാണ് ഹൈഡ്ര നമുക്കറിയാം ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. ഈസ്റ്റ് യൂണിസെല്ലുലാർ ആയിരുന്നു. ഹൈഡ്ര ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. ഹൈഡ്രയിലും ഇതുപോലെ തന്നെ ഹൈഡ്രയുടെ ബോഡിയിൽ നിന്ന് ചെറിയൊരു ഔട്ട് ഗ്രോത്ത് ഉണ്ടാവും. ആ ഒരു ഔട്ട് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്ത് പുതിയൊരു ഓർഗാനിസം ആവും. അത് പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയൊരു ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. അടുത്ത ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് നോക്കാനുള്ളത് സൂസ്പോർസ് ആണ്. സൂസ്പോർസ് നടക്കുന്നത് ക്ലാമിഡോമോണസ് എന്ന് പറയുന്ന യൂണിസെല്ലുലാർ ഗ്രീൻ ആൽഗ ഉണ്ട് അല്ലേ. യൂണിസെല്ലുലാർ ഗ്രീൻ ആൽഗ ആയിട്ടുള്ള ക്ലാമിഡോമോണസിലാണ് ഇത് നടക്കുന്നത്. ക്ലാമിഡോമോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ക്ലാമിഡോമോണസ് എന്ന് പറഞ്ഞ ഓർഗാനിസത്തിൻ്റെ ബോഡിക്കകത്ത് ചെറിയ ചെറിയ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഇത് ബോഡി ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു സ്പോർസ് പുറത്തേക്ക് വരും. അങ്ങനെയാണ് പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സൂസ്പോർസ്. ഓക്കെ, അടുത്തത് കൊനീഡിയ ആണ്. കൊനീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ട് ഉള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അത് പെനിസിലിയം എന്ന് പറയുന്ന ഒരു മൾട്ടി സെല്ലുലാർ ഫഞ്ചയിൽ നടക്കുന്നതാണ്. ഈ ഒരു ഫഞ്ചൈ എന്ന് പറയുന്ന ഈ പെനിസിലിയം എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ഇങ്ങനെയാണ്. ഈ ഒരു ഫഞ്ചൈൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് ഈ പെനിസിലിയം എന്ന് പറയുന്ന ഓർഗാനിസം. ഇതിൻ്റെ ടിപ്പിലായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ സ്പോർസ് ഉണ്ടാവും. കൊനീഡിയോ സ്പോർസ് അല്ലെങ്കിൽ കൊനീഡിയ എന്നൊക്കെ പറയുന്ന സ്പോർസ് ഉണ്ടാവും. ആ സ്പോർസ് മറ്റൊരു ലൊക്കേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ പുതിയൊരു പെൻസിലിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം സൂസ്പോർസിൽ ഫ്ലജല്ല ഉണ്ട് അല്ലേ. ഈ സൂസ്പോർസിന് ഫ്ലജല്ല ഉണ്ട്, അതുകൊണ്ട് അത് മോട്ടൈലായിരിക്കും. ഇവിടെ കൊനീഡിയോ സ്പോർസിൽ ഫ്ലജല്ല ഇല്ല, അതുകൊണ്ട് അതിന് സ്വയം നീങ്ങാനുള്ള കഴിവില്ല. അതിന് മറ്റെന്തെങ്കിലും സഹായം വേണം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ. കൊനീഡിയ ആണെങ്കിൽ
ക്ലാമിഡോമോണസ് ആണെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന ഈ സൂസ്പോർസ് സെൽഫ് മോട്ടൈൽ ആയിരിക്കും. ഫ്ലജല്ല ഉള്ളത് കൊണ്ട് തന്നെ അതിന് മൂവ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷേ കൊണിഡിയോസ്പോർസിന് സ്വയം മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജെമ്യൂൾസ് ആണ്. ജെമ്യൂൾ ഫോർമേഷൻ നോർമലി നടക്കുന്നത് സ്പോഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള അക്വാറ്റിക് ആനിമൽസിലാണ്. കാണുമ്പം ആനിമൽ പോലെ ഒന്നും ഇല്ല അല്ലേ, പ്ലാന്റ്സിനെയൊക്കെ പോലെയാണ് കാണാൻ, പക്ഷേ ഇതൊരു ആനിമലാണ്, അക്വാറ്റിക് ആനിമലാണ് സ്പോഞ്ചസ്. അപ്പോൾ ഈ സ്പോഞ്ചസിൽ പല ലൊക്കേഷനിലായിട്ട്, മൾട്ടിപ്പിൾ ലൊക്കേഷനിലായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. ഈ സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് ജെമ്യൂൾസ്. ഈ ജെമ്യൂൾസ് പുതിയൊരു ഫുള്ളി ഗ്രോൺ സ്പോഞ്ചായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അങ്ങനെയാണ് ജെമ്യൂൾ ഫോർമേഷൻ. നെക്സ്റ്റ് വൺ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. സ്പൈറോഗൈറ എന്നൊക്കെ പറയുന്ന നമ്മുടെ ആൽഗ ഉണ്ടല്ലോ, സ്പൈറോഗൈറ എന്ന് പറഞ്ഞ ആൽഗയിൽ ഈ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഇതിപ്പോൾ കംപ്ലീറ്റ് ഒരു ഓർഗാനിസം ആണ്, ഒരു സ്പൈറോഗൈറ എന്ന് പറയുന്ന ഓർഗാനിസം ആണ്. ഈ ഒരു ഓർഗാനിസം ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് പല പീസസ് ആയിട്ട് കട്ടാവുകയും അങ്ങനെ ഈ കട്ടായിട്ടുള്ള ഫ്രാഗ്മെൻറ്റ്സ് പുതിയ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഈ ഫ്രാഗ്മെൻറ്റേഷൻ സി അനിമോണിലൊക്കെ നടക്കുന്നതും ഫ്രാഗ്മെൻറ്റേഷനാണ്, ടൈപ്പ് ഫാമിൽ ഫ്രാഗ്മെൻറ്റേഷനാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതിലിപ്പം ഓൾമോസ്റ്റ് ആനിമൽസിലുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ എടുത്ത സെഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ മെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, മെയിൽ ചെയ്തിട്ടും അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു.